ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ. ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചു. അതിനുശേഷം നെയ്ക്കകത്തിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്തു. മാവിലിളക്കി വെച്ചതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. പിന്നെ തേങ്ങ വറുത്ത നെയ്യ് ഒഴിച്ചു. അപ്പോൾ ചട്ടി ചൂടായത് നോക്കാണ്ട് ഇത്തിരി മാവ് ഒഴിച്ചു നോക്കി. പിന്നെ ഉണ്ണിയപ്പത്തിന് മാവ് കോരി ഒഴിച്ചു. ഇച്ചിരി വലിയ കുഴിയുള്ളൊരു ഉണ്ണിയപ്പ ചട്ടിയായിരുന്നേ. ഇച്ചിരി ചെറുതായിട്ട് ഇച്ചിരി വലിപ്പമുണ്ട് ഉണ്ണിയപ്പത്തിന്. അപ്പം ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്നാളിലൊരു പ്രാവശ്യം ഉണ്ടാക്കി. അന്നൊന്നും വീഡിയോ എടുക്കുന്ന ഇല്ലായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ ഉണ്ടാക്കുന്നതാണ് ഇപ്പം എനിക്ക് അതുകൊണ്ട് അങ്ങനെ നല്ലതായിട്ട് അറിയത്തില്ല. എന്നാലും അറിയാവുന്ന രീതിയിൽ വെച്ചൊക്കെ നോക്കുന്നത്. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞത്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറായി. നല്ല സോഫ്റ്റായിട്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല ഉണ്ണിയപ്പമായിരുന്നു. നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനൊരു ഉണ്ണിയപ്പം എടുത്ത് കഴിക്കാൻ കൊണ്ടിരുന്നു. മോളെ കൊണ്ട് വിട്ടിട്ട് വന്ന് മോനും മരുമോളും കൂടെ അവരും കഴിക്കാനായിട്ടിരുന്നു. ഞാനും അവിടെ നിന്ന് ഒരെണ്ണെടുത്ത് കഴിച്ചു. നല്ല ഉണ്ണിയപ്പമായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റുകൾ അയക്കണം കേട്ടോ. ബായ് കൂട്ടുകാരേ.